ഹായ് കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ ബേപ്പൂർ ബീച്ച് ചാലിയം ഒക്കെ കാണാൻ വേണ്ടി പോയപ്പോൾ ഉള്ള മനോഹര കാഴ്ച. ഞങ്ങളൊരു ബോട്ടിൽ കയറി അങ്ങനെ ബോട്ടിങ്ങിന് പോണ കാഴ്ചകളാണ് കേട്ടോ. എന്ത് മനോഹരമായ കാഴ്ച എന്നൊക്കെ തന്നെ പറയാട്ടോ. നമ്മളിങ്ങനെ പോവാണ്. അപ്പോൾ കുറേ ബോട്ടുകൾ ഇങ്ങനെ മീനൊക്കെ പിടിച്ചിട്ട് വരുന്ന കുറച്ച് ബോട്ടുകളും ഒക്കെ വരുന്നുണ്ട്. കുറേ നിർത്തിയിട്ടിട്ടുണ്ട് അവിടെയൊക്കെ. അപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നതിനേക്കാൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ കാണാനാണ് കേട്ടോ ഭംഗി. അപ്പോൾ പൈസ ആണെങ്കിലും വളരെ കുറഞ്ഞ പൈസയുള്ളൂ കേട്ടോ. ഒരാൾക്കൊരു 100 രൂപ അങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങളെന്തായാലും തീർച്ചയായിട്ടും ഇവിടെയൊക്കെ ഒന്ന് പോയി കാണുക അല്ലേ. കാണുമ്പോഴല്ലേ നമുക്ക് ആ ഒരു ഭംഗിയൊക്കെ ആസ്വദിക്കാൻ കഴിയുള്ളൂ. പണ്ടത്തെ ചാലിയും അല്ല ഇപ്പോൾ, അതുപോലെ പണ്ടത്തെ ബേപ്പൂരല്ല ഇപ്പോൾ. ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. നമ്മൾ ആദ്യമൊക്കെ ബേപ്പൂരിലും ചാലിയത്ത് കൂടെ പോകുമ്പോൾ, ബേപ്പൂരിൻ്റെ വീട്ടേക്ക് ചാലിയത്ത് കൂടെ പോകുമ്പോൾ ഒരു ചെറിയ റോഡ് നടുവിലൂടെയും അതിൻ്റെ 2 സൈഡിലായിട്ട് ഇങ്ങനെ കുഴികളൊക്കെ ആയിട്ടും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയൊന്നും അല്ല. അതൊക്കെ നല്ല റെഡിയാക്കി നല്ല ഭംഗിയാക്കി, അതായത് നമ്മൾക്ക് നടന്നു പോകാനൊക്കെ ഉള്ള നല്ല സൗകര്യമൊക്കെ ഒരുക്കി നമ്മളുടെ എന്താ വെച്ചാൽ നല്ല എല്ലാ റോഡൊക്കെ ആ കുഴികളൊക്കെ തൂർത്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നടന്നു പോകുമ്പോൾ നമ്മൾ വീഴും, ഇല്ലെങ്കിൽ ആദ്യമൊക്കെ പോകുമ്പോൾ പേടിയാണ്. അത് കൂടെ നടന്നു പോകുമ്പോൾ ഇനി സൈഡിലേക്കൊക്കെ വന്ന് വീണു പോവുമോ അങ്ങനെയൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല, നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കാണാത്ത ആളുകളൊക്കെ പോയിട്ട് കണ്ടോളൂ കേട്ടോ. അതാണ് ഒരു ഇതിലേക്ക് അങ്ങനെ ആളുകൾ കയറുന്നൊക്കെ ഉണ്ട്. നോക്കി അവിടെയൊക്കെ തുണിയൊക്കെ ഇങ്ങനെ ഉണങ്ങാട് വലിയ അത്യാവശ്യം വലിയ ബോട്ടാണ് കണ്ടോ. ബോട്ട് ജീവിതം എന്നൊക്കെ പറയാം അല്ലേ, അതിൻ്റെ ജീവിതങ്ങൾ. അപ്പോൾ അതിലിങ്ങനെ തുണിയൊക്കെ അവർ തിരുമ്പി ഉണങ്ങാനൊക്കെ ഇട്ട് അങ്ങനെ എവിടേക്കോ ഒരു മീൻ പിടിക്കാനോ എന്തിനൊക്കെ പോവാണ് കേട്ടോ അത്. അപ്പോൾ എന്തായാലും മനോഹരമായ കാഴ്ച എന്നൊക്കെ പറയാം. പിന്നെ ഞങ്ങളൊരു ഉച്ച കൂടെ പോയത്. ഒരുപാട് സ്ഥലങ്ങളൊന്നും ഞങ്ങൾ പോയില്ല. ഞങ്ങൾ നേരെ പോയത് ബോട്ടിൽ തന്നെയാണ്. ഇപ്പോൾ ഈ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഈ ബോട്ടിങ്ങിന് പോയത്. ഇപ്പോഴാണ് ഈ ബോട്ടിങ്ങിൻ്റെ ഇതൊക്കെ വന്നിട്ടുള്ളത് കേട്ടോ. ഒരുപാട് ബോട്ടിങ് സർവീസ് ഉണ്ട് അവിടെ, സ്പീഡ് ബോട്ടും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സ്പീഡ് ബോട്ടിലൊന്നും പോയില്ല, ഇതിലാണ് പോയത്. അപ്പോൾ മോളും മോനും പിന്നെ എൻ്റെ സിസ്റ്ററൊക്കെ ഉണ്ടായിരുന്നു, അവൻ്റെ ഹസ്ബൻഡും 2 കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ പോയതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ആസ്വദിച്ചോളൂ. കണ്ടത് അതിൻ്റെ ഇടയിൽ കൂടെ ഒരു സ്പീഡ് ബോട്ട് ഇങ്ങനെ ആ സൈഡിൽ കൂടെ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളുടെ പോലുള്ള ബോട്ടുകളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമുക്കതൊരു അങ്ങനെ കൈയൊക്കെ വീശി ടാറ്റയൊക്കെ തന്നിട്ടൊക്കെ പോകുന്നുണ്ട്. നല്ല രസമായിരുന്നു. എന്തായാലും നമുക്ക് എന്തായാലും ഹാപ്പിയാണ് കേട്ടോ. ഇതിൽ നമ്മൾ ഹാപ്പിയാണ്. ഇതുപോലെ കയറാത്തതും കാണാത്ത ആളുകളുണ്ടായെങ്കിൽ പോയിക്കോളൂ. പിന്നെ നിങ്ങൾക്ക് കാണാനും പോകാനും ഒന്നും കഴിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ചാനൽ കൂട്ടാക്കാത്ത ആളുകളോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇത് കൂട്ടാക്കിയിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അത് കണ്ടോ, ആ സൈഡിലും അതാണ്ടോ കുറേ പോകുന്നത്. നമുക്ക് ഇതിൻ്റെ മുകളിലിരുന്ന് കാണാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അവിടെ തിരക്കായതുകൊണ്ട് ഞങ്ങൾ താഴത്തെ ഇതിലാണ് കണ്ടത്. മുകളിലാകുമ്പോൾ എനിക്ക് തോന്നുക കുറച്ചുകൂടെ നല്ല വ്യൂ ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ എടുത്തു തരാൻ എന്നെക്കൊണ്ട് കഴിയുമെന്ന് തോന്നുന്നു. പക്ഷെ ഞങ്ങൾ താഴെ നിന്നിട്ടാണ്. ഒരു തോണി കണ്ടു, നമ്മളെ അത് കൂടെ ഒരു തോണിയിൽ ഒരാൾ ഇങ്ങനെ നല്ല തുഴഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ. പക്ഷെ നമ്മളുടെ വീഡിയോയിൽ അത് ചെറുതായിട്ട് കാണുള്ളൂ. പക്ഷെ ഞങ്ങൾ പോകുന്ന സമയത്ത് കുറച്ച് ഞങ്ങളുടെ അടുത്ത് കൂടെ പോണ പോലെയൊക്കെ ഉണ്ടായിരുന്നു, നല്ല ക്ലിയർ ഉണ്ടായിരുന്നു. എന്താണെന്നറിയില്ല കേട്ടോ, നമ്മുടെ ഫോണിൻ്റെ എടുക്കുന്നതിൻ്റെ ഒരു പ്രശ്നമായിരിക്കും എന്ന് തന്നെ നമ്മൾ വിചാരിക്കുന്നു. അപ്പോൾ നല്ല രസമല്ലേ. ഞാൻ ഒരു 3:30-4 മണി ആ സമയത്താണ്. നല്ല കാറ്റും കടലിൻ്റെ നല്ലതൊക്കെ ആയിട്ട് നല്ല രസമായിട്ട് ഞങ്ങൾ പോയി കണ്ടു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ചുറ്റിയൊക്കെ ഒന്ന് കറങ്ങി കഴിഞ്ഞ് അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഇനി എപ്പോഴെങ്കിലും പോകുന്ന സമയത്ത് നമ്മൾ എടുക്കുന്നതാണ്. നമ്മൾ ഇട്ടിട്ടുണ്ട് ഇതിന് മുന്നും ചാലിയത്തിൻ്റെ ഇതൊക്കെ ഇട്ടിട്ടുണ്ട് കണ്ടോ. തോണിക്കാരൻ നമ്മുടെ അടുത്ത് കൂടെയാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ അവരിനെയും നോക്കി അവർ നമ്മളെയും നോക്കി അങ്ങനെ പോവുമായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. രസമുള്ള ഒരു അനുഭവമായിരുന്നു എനിക്ക്. എന്തായാലും ഇതിൽ സൗണ്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ സൗണ്ട് ഓഫ് ചെയ്തതാണ്, കാരണം ഭയങ്കര സൗണ്ടാണ്. അല്ലെങ്കിൽ ആ ഒരു വെള്ളത്തിൽ നമ്മൾ പോണ ആ ഒരു സൗണ്ടും കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാൻ നന്നായിട്ടുണ്ടാവും. പക്ഷെ മക്കളുടെ കലപില സൗണ്ടിൽ ഉള്ളതുകൊണ്ട് ഞാനതിന് തൽക്കാലത്തേക്ക് വേണ്ടാന്ന് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾ കണ്ടോളില്ലേ, വീഡിയോ ഇരുന്ന് ഫുള്ളായിട്ട് കാണണം കേട്ടോ. ഫുള്ളായിട്ട് കണ്ടാലാണ്
നമ്മൾക്കതൊരു കാര്യമാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിത് ഫുള്ളായിട്ട് വാച്ച് ചെയ്യണമെന്ന് ഞാൻ പറയുന്നു. പിന്നെ കാണാത്ത ആളുകൾ പിന്നീട് എപ്പോഴെങ്കിലും ഇരുന്നിട്ടാണെങ്കിലും കാണണം കേട്ടോ. പെട്ടെന്ന് ഇത് കാണുന്ന സമയത്ത് കാണാൻ കഴിയാത്ത ആളുകളുണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾ ഫോണൊക്കെ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ വീഡിയോ ഫുള്ള് കാണണമെന്ന് ഞാൻ പറയുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം കൂടെ പറയാണ്, കൂട്ടാക്കാത്ത ആളുകളൊക്കെ ഒന്ന് വേണമെങ്കിൽ കൂട്ടാക്കുക. പിന്നെ നമ്മുടെ എന്താ പറയുക, കമൻറ്റും അതൊക്കെ ഇടാൻ ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരോടും ഇന്നത്തേക്ക് ബൈ ബൈ പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നു. ബൈ.